വനനിയമ ഭേദഗതി ബില്ലിലെ നിർദ്ദേശങ്ങൾ കർഷകർക്ക് നേരെയുള്ള കടന്നാക്രമണമെന്ന് ഇടുക്കി രൂപത 1961 വനനിയമം പരിഷ്കരിക്കാനുള്ള നടപടികളിൽ ജനദ്രോഹപരമായ നിർദ്ദേശങ്ങളാണെന്നും ഇവയൊന്നും അംഗീകരിക്കാനാവില്ലെന്നും ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് വ്യക്തമാക്കി. വനനിയമ ഭേദഗതി ബില്ലിലെ നിർദ്ദേശങ്ങൾ കർഷകർക്ക് നേരെയുള്ള കടന്നാക്രമണമാണ്. കർഷകർക്കെതിരായിട്ടുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ല. വനപാലകർക്ക് വനത്തിനു പുറത്തും ജനങ്ങൾക്കുമേൽ കൂടുതൽ അധികാരം നൽകുന്നതിനാണ് ഈ ബില്ല് എന്ന കാര്യത്തിൽ സംശയമില്ലെന്നും ജനജീവിതം കൂടുതൽ ദുരിതത്തിലാകുമെന്നും ഫാദർ ജിൻസ് കാരക്കാട്ട പറഞ്ഞു. 1961 കേരള ഫോറസ്റ്റ് ആക്ട് പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി പുറത്തിറങ്ങിയ നിയമ ഭേദഗതി ബിൽ ജനദ്രോഹപരവും അംഗീകരിക്കാനാവാത്തതുമാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് വനത്തിന് പുറത്തും ജനത്തിനു മേൽ അധിക സ്വാതന്ത്ര്യവും അധികാരവും പ്രയോഗിക്കാൻ നിർബന്ധിക്കുന്നതാണ് ഈ ഭേദഗതി ബിൽ. നിസ്സാര കാര്യങ്ങൾക്ക് മേൽ ജനത്തിനു മേൽ നടപടിയെടുക്കുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിന് പോലുമുള്ള അധികാരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ഈ ബില്ല് എത്രയും വേഗം പിൻവലിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ നിയമ ഭേദഗതി വരുത്തേണ്ടത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ ഭംഗിയായി നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. വനത്തിനുള്ളിൽ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കുകയും വനം സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വനപാലകരുടെ ഉത്തരവാദിത്വവും ദൗത്യവും. അത് നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമ ഭേദഗതിയാണ് അനിവാര്യമായിട്ടുള്ളത്. ഇടുക്കി ഉൾപ്പെടെയുള്ള മലയോര പ്രദേശത്ത് ഇന്ന് വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിൽ അഴിഞ്ഞാടുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. അത്തരം സാഹചര്യത്തിൽ വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിന് പകരം വനത്തിന് പുറത്ത് മനുഷ്യരെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് വനപാലകർക്ക് അധികാരം വെച്ചുമാറുന്ന ഈ നിയമ ഭേദഗതി ഒരിക്കലും അംഗീകരിക്കാനാവുന്നതല്ല. ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും കർഷകരുടെ മേലുള്ള ഉദ്യോഗസ്ഥ തേർവാഴ്ചയ്ക്കും ഇടവരുത്തുന്ന പുതിയ നിയമ ഭേദഗതി ബില്ലിലെ നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്നും ഫാദർ ജിൻസ് കാരക്കാട്ട ആവശ്യപ്പെട്ടു.